ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭസ്ത്രിക പ്രാണായാമമാണ് കേട്ടോ. അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ആണ് ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് തുമ്മൽ, അലർജി, അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമ്മൾ ശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മൂക്കിലൂടെ ഒരുപാട് പൊടിപടലങ്ങളൊക്കെയാണല്ലേ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പുറന്തള്ളപ്പെടുക? നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചാൽ വിസർജനമായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്വസിക്കുമ്പോൾ പൊടിപടലൊക്കെ ഉള്ളിലേക്ക് പോയാൽ എങ്ങനെ ക്ലീൻ ചെയ്യാൻ, നമ്മൾ മുറിച്ച് ക്ലീൻ ചെയ്യാൻ ഒന്നും പറ്റില്ല അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന്, ഈ പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ്ങിലൂടെ നമുക്കത് കളയാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു പ്രാണായാമ ചെയ്യാൻ പാടില്ലാത്തവർ എന്ന് പറയുന്നത് ഗർഭിണികൾ, അതുപോലെ ഹൈ BP ഉള്ളവർ, അതുപോലെ തന്നെ മെൻസസ് ആയവരൊക്കെ ഇത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭസ്ത്രിക പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആസനം എന്ന് പറയുന്നത് വജ്രാസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വജ്രാസനത്തിൽ ഇരിക്കാം. വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈമുഷ്ടി ചുരുട്ടി നമ്മുടെ തോളിന് ഇരുവശവും വെക്കുക. ഇത് വളരെ ലൂസായിരിക്കണം, നമ്മുടെ കൈ ബലം പിടിക്കാൻ പാടില്ല. അപ്പം ഞാനിത് എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൈമുഷ്ടി ചുരുട്ടി നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ആണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ശ്വസിക്കുമ്പോഴും അതുപോലെ തന്നെ ശ്വാസം വിടുമ്പോഴും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ആണ് എടുക്കുന്നത്. അപ്പോൾ കൈമുഷ്ടി ചുരുട്ടുക. നമ്മളെപ്പോഴും പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ പ്രാണായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ കൈമുഷ്ടി ചുരുട്ടി നമ്മൾ ആദ്യം തന്നെ സാവധാനം ഒരു 2-3 ശ്വാസം എടുത്ത് വിടുക കേട്ടോ. അതിനുശേഷം ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം ശക്തിയോടെ വലിച്ച് നമ്മളെ കൈകൾ ഉയർത്തി കൈപ്പത്തി മുകളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ മുകളിൽ ഇന്നെന്ന് പറയുമ്പോൾ ഉയർത്തിയത്, ഔട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെ നേരത്തെ എങ്ങനെയാണോ കൈമുഷ്ടി ചുരുട്ടി തോളിന് ഇരുവശം വെച്ചത് അവിടെ ഔട്ട്. അപ്പോൾ കൈമുഷ്ടി ചുരുട്ടി തന്നെ ഇരിക്കണം. അപ്പോൾ ഇതൊരു 5 റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് കൈപ്പത്തി മലർത്തി മുട്ടിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ വിശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കുക. വീണ്ടും നമ്മൾ കൈമുഷ്ടി ചുരുട്ടി നമ്മൾ ഇതേപോലെ നമ്മൾ വീണ്ടും 5 തവണ ചെയ്യാം. അങ്ങനെ ഒരു 20 തവണ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രാണായാമം എല്ലാവരും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ പ്രാണായാമಕ್ಕೆ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ഭസ്ത്രിക പ്രാണായാമത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ് കേട്ടോ. മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചിലർക്ക് പെട്ടെന്ന് നമ്മൾ ഒരുപാട് നല്ല ഇതിലാണല്ലോ ശ്വാസം എടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തലകറക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ നമ്മൾ വിശ്രമിച്ച് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.